യഹ്സബു അല്ല യറഹു അഹദ്, അവനെ ആരും കണ്ടിട്ടില്ലെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? അവനെ ആരും കണ്ടിട്ടില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ മല്ലൻ്റെ കാര്യമാണോ പറയണത്, അതോ വലീദ് ബിൻ മുഗീറയുടെ കാര്യമാണോ പറയുന്നത്? ഇനി പൊതുവായിട്ട് ആരെങ്കിലും കുറിച്ചാണോ പറയുന്നത്? ഈ ആരെക്കുറിച്ച് പറയുകയാണെങ്കിലും എന്തെങ്കിലും അർത്ഥം ആ വാക്യത്തിനുണ്ടോ? ഒരർത്ഥവും ഇല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വാക്യം അവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാനീ പറഞ്ഞതാണ്, പ്രാസോപ്പിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ കൊണ്ടുവന്നിട്ട് ഒരു വരി ഉണ്ടാക്കി, ഒരുപാട് പാട്ടിൻ്റെ വരി അവിടെ ഉണ്ടാക്കി, അതവിടെ പാടി. അതിനപ്പുറം ഇതിന് യാതൊരു അർത്ഥവും ഇല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നോക്കുക. കബദ്, അഹദ്, ലബദ, അഹദ്, ബലദ് എന്നൊക്കെ പറഞ്ഞ ആ അക്ഷരപ്രാസം ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഐനൈനി, ഷഫത്തൈനി, നജ്ദൈനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒരു ന്യൂനിൻ്റെ പ്രാസമാണ് വരുന്നത്. അവനു നാം 2 കണ്ണുകളും 1 നാവും 2 ചുണ്ടുകളും ഉണ്ടാക്കി കൊടുക്കുകയും ഉയർന്നു നിൽക്കുന്ന 2 വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ? അപ്പം ഇതുവരെ ആരെക്കുറിച്ചാണോ പയ്യാരം പറഞ്ഞിരുന്നത് അതേ ആളെക്കുറിച്ച് വീണ്ടും പയ്യാരം പറയുകയാണ്. ഓന് ഞാൻ 2 കണ്ണുണ്ടാക്കി കൊടുത്തില്ലേ, 2 ചുണ്ടുണ്ടാക്കി കൊടുത്തില്ലേ, എന്നിട്ട് ഓന് ഞാൻ 2 വഴിയും കാണിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം പയ്യാരം പറച്ചിലാണ് പിന്നെ തുടരുന്നത്. ഇത് നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇങ്ങനെയുള്ള പയ്യാരം പറച്ചിലുകൾ. അത് കഴിഞ്ഞ് എന്നിട്ടവൻ ചുരമാർഗത്തെ വിട്ട് കടക്കാത്തതെന്ത്? ഫലഖ്തഹമൽ അഖബ, എന്നിട്ടവൻ അഖബ വിട്ട് കടക്കാഞ്ഞതെന്ത്? അഖബ എന്ന് പറഞ്ഞാൽ മലമ്പാത, ചുരമ്പാത, വലിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള വഴി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്നിട്ട് ഇവന് ഞാൻ ചുണ്ടും കണ്ണും പിന്നെ മൂക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും ഇവന് 2 വഴി കാണിച്ചു കൊടുത്തിട്ടും ഓൻ ഈ അഖബ വഴി, അതായത് ബുദ്ധിമുട്ടുള്ള വഴി ഓൻ തിരഞ്ഞെടുക്കാത്തത് എന്തേ എന്ന് ചോദിച്ചിട്ട് പയ്യരം പറയാണ്.